ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ചിലവായത് 5500. ഓയിൽ മാറാൻ പോയത്. ഓയിൽ മാറിയപ്പോഴോ എൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ പവർ മാറണം, അത് മാറി. എൻ്റെ ബ്രേക്ക് കുറവായിരുന്നു, അപ്പോൾ 3 സെറ്റ് ബ്രേക്ക് ഷൂ മാറി. പിന്നെ ഡീസൽ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ. ഓയിലിനൊക്കെ ഇപ്പോൾ എന്ത് വില, ഒരു രക്ഷയില്ല. 400 ചില്ലാണ്ട് ഒരു ലിറ്റർ ഓയിൽ. അങ്ങനെ ഓയിൽ മാറി, ബ്രേക്ക് ഷൂ മാറി, പിന്നെന്താണ് ഹാൻഡ് ബ്രേക്കിൻ്റെ പവർ മാറി. മൈലേജിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. വണ്ടി എടുത്തിട്ട് ഇതുവരെ അത് ക്ലീൻ ചെയ്തില്ലായിരുന്നു. അങ്ങനെ അവിടെ പോയി അത് പമ്പ് അഴിച്ച് നോസിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ആണ് നോസിന് പ്രഷറില്ല എന്ന് പറഞ്ഞു. മൈലേജും കുറച്ച് കുറവുള്ളതുപോലെ എനിക്കും ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. നോസിൽ മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ നോസിൽ ചെറിയൊരു സാധനം ഞാൻ കാണിക്കാം. അവർക്കും അറിയാത്തവർക്ക് കാണിക്കുകയാണ്. ഇന്ന് മാറണം, നോസിൽ മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ നോസിൽ മാറി പമ്പ് ബാക്കിയുള്ളതെല്ലാം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടു. അതും നമ്മുടെ വർക്ക്ഷോപ്പിലെല്ലാം കൂടി 5500 രൂപയായി ഒറ്റ ദിവസം കൊണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചിലവുണ്ട്. ഫ്രണ്ട് പിന്ന് പോയില്ല, പക്ഷേ പിന്നെ കോണും പാളും പോയി. ഹാൻഡിലിങ്ങനെ ടൈറ്റ്, പിന്നെ വളയ്ക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ അത് മാറണം. ബാക്ക് ഷോക്ക് അബ്സറും സ്പ്രിങ്ങും മാറണം. പിന്നെ ഈ സൈഡിലെ ആം സെറ്റാ, അങ്ങനെ എന്തോ ഒരു പേര് പറയുമല്ലോ. അപ്പോൾ ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ നോക്കാം ഞാൻ. അത് രണ്ടും ഒരുമിച്ച് ചെയ്യുമോ അതോ ഒരെണ്ണം കംപ്ലൈൻ്റ് ആയത് മാത്രം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അങ്ങനെ ഒരു പണിയുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഓരോന്നായിട്ട് ചെയ്യണം. വച്ചിരുന്നിട്ട് നമ്മളെ കയ്യിലിരിക്കുന്ന വണ്ടിയല്ലേ, അപ്പോൾ വച്ചിരുന്ന് പണി കൂട്ടുന്നതിനേക്കാളും നല്ലത് കുറേശ്ശെ ഓരോ 2 ദിവസം കൂടുമ്പോൾ ഓരോന്നായിട്ട് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം ചെയ്യാനുള്ളത് ആ ബുഷ് അടിക്കണം, പിന്നെ ഫ്രണ്ട് പണിയണം. ഇതാണ് അത്യാവശ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോക്ക് അബ്സറും സ്പ്രിങ്ങും വണ്ടി ഇറക്കിയപ്പോഴുള്ള സ്പ്രിങ്ങും ഷോക്ക് അബ്സറുമാണ് കിടക്കുന്നത്. അപ്പോൾ അത് വലിയ ഇതില്ല. BS4-ൻ്റെ സ്പ്രിങ് 13 ചുറ്റുള്ള സ്പ്രിങ് വാങ്ങണം, അല്ലെങ്കിൽ ആക്രിക്കടയിൽ നിന്ന് പൊളിച്ച വണ്ടിയുടെ എടുക്കണം. അപ്പോൾ എന്തായാലും ഇനി അത് ഓരോ ദിവസവും കുറേശ്ശെ അത് സെറ്റ് ചെയ്യണം. ഓരോന്നായിട്ട് പണിയണം. ഒരുമിച്ച് എന്തായാലും ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെങ്കിൽ ഒരു 10 രൂപയ്ക്ക് മുകളിൽ പോകും. ഇപ്പോൾ തന്നെ ഓൾറെഡി 5 രൂപയ്ക്ക് അടുപ്പിച്ച് പോയി. അപ്പോൾ ഇതാണ് അവസ്ഥ, ഓട്ടോക്കാരുടെ അവസ്ഥ ഇതാണ്. ഇപ്പം ചിലർ, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ഓടുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേർക്ക് പിന്നെ എന്താണ് ഒരു ബുദ്ധിമുട്ട്. നിങ്ങളത് പറയുന്നില്ല, ഇത് പറയുന്നില്ല, നീയൊക്കെ എവിടെ കൊണ്ട് വെക്കുന്നതാന്നൊക്കെ. സംഭവം ഇതാണ്. ഓടുമ്പം പുതിയ വണ്ടിയായിരുന്നു ഒരു 1.5 കൊല്ലത്തിന് മുന്നേ വരെ. ഇപ്പം പഴയ വണ്ടിയായി, ഒരു പുതിയ വണ്ടിയല്ലേ. അപ്പോൾ ആദ്യം പണിയൊന്നും വരില്ല നമുക്ക്. പിന്നെ ഒരു കൊല്ലം 1.5 കൊല്ലം കഴിയുമ്പോഴേക്കും ഓടുന്നതിനനുസരിച്ചിട്ടുള്ള പണിയുണ്ട്. ആ പണിയാണ് ഇപ്പോൾ വന്നത്. പിന്നെ എന്തായാലും കുറേശ്ശെ ചെയ്യണം. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇന്നലെയും ഞാൻ ഓട്ടം ഉണ്ടായിരുന്നോ? ഞാൻ അത്യാവശ്യം ഓടി കേട്ടോ. സമയം 10 മണിയായി. ഞാൻ 9 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ഇപ്പോൾ സമയം 10 മണിയായി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ല ട്രിപ്പുകൾ കിട്ടട്ടെ, കൂട്ടത്തിൽ എനിക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര തുടങ്ങുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം. ഓക്കെ, ബൈ.